നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഒരു റെക്റ്റിലീനിയർ പോളിഹീഡ്രൺ എന്താണ് എന്നുള്ളതാണ്. വാട്ട് ഈസ് എ റെക്റ്റിലീനിയർ പോളിഹീഡ്രൺ? അപ്പൊ ഒരു റെക്റ്റിലീനിയർ പോളിഹീഡ്രൺ എന്ന് പറയുമ്പോൾ അത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് R3യിലാണ് കേട്ടോ. R3യിലാണ് പോളിഹീഡ്രൺ. സോ നമ്മൾ ഡെഫിനേഷനിലേക്ക് വരാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് എക്സാമ്പിൾ ഡിസ്കസ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ബെറ്റി നമ്പറിന്റെ ജോമെട്രിക്കൽ ആസ്പെക്ട് എന്താണെന്നുള്ളത് നോക്കാം. Now a rectilinear polyhedron is a solid. ഒരു സോളിഡ് ആണ്. Is solid in R3. ഒരു സോളിഡ് ആണ് in R3 and it is bounded by അപ്പൊ നമുക്ക് എന്താ കിട്ടി? Rectilinear polyhedron is a solid in R3 which is bounded by properly joined properly joined convex polygons. കോൺവെക്സ് ആയിട്ടുള്ള പോളിഗൺസിന്റെ പോളിഗൺസ് പ്രോപ്പർലി ജോയിന്റ് ആയിരിക്കണം. ബൗണ്ട് ചെയ്യണം. പ്രോപ്പർലി ജോയിന്റ് ആയിട്ട് ബൗണ്ട് ചെയ്യണം പോളിഗൺസ്. ഓക്കെ, ഇതിനാണ് നമ്മൾ ഒരു റെക്റ്റിലീനിയർ പോളിഹീഡ്രൺ എന്ന് പറയുന്നത്. റെക്റ്റിലീനിയർ പോളിഹീഡ്രൺ ഇസ് എ സോളിഡ് ഇൻ R3 which is bounded by properly joined convex polygons. And നമുക്ക് അറിയാം, നമുക്ക് 3 സിംപ്ലക്സ് നോക്കാം. 3 സിംപ്ലക്സ് നമ്മൾ പറഞ്ഞു. ഇറ്റ്സ് എ 3-dimensional tetrahedron and it is bounded by 2 simplexes. അല്ലെ, 2 സിംപ്ലക്സുകൾ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? ബൗണ്ട് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇന്നർ റീജിയൻ എന്താണ്? സോളിഡ് ആണ്. നമ്മൾ ഡിസ്കസ് ചെയ്താണ്. ഇന്നർ റീജിയൻ എന്താണ്? സോളിഡ് ആണ്. ആൻഡ് ഇറ്റ് ഈസ് ബൗണ്ടഡ് ബൈ പ്രോപ്പർലി ജോയിൻഡ് കോൺവെക്സ് പോളിഗൺസ്. കോൺവെക്സ് ആണ്. എല്ലാ പോളിഗൺസും എന്താണ്? കോൺവെക്സ് ആണ്. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് എന്താ പറയാം? ഇറ്റ്സ് എ 3 സിംപ്ലക്സ്. ഓക്കെ, 3 സിംപ്ലക്സ് is a rectilinear polyhedron. So ഇവിടെ നമുക്ക് നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാനുള്ളത് ഇതിന്റെ ഒരു റെക്റ്റിലീനിയർ പോളിഹീഡ്രന്റെ ബൗണ്ടറിയെ നമ്മൾ പറയുന്നതാണ് ഫേസസ്. ഇവിടെ നോക്കുക, ഇതിന്റെ ഫേസസ് എന്ന് പറയുന്നത് എന്താണ്? 2 സിംപ്ലക്സുകളാണ്. അല്ലെ, ഇതിന്റെ ഫേസസ് എന്താണ്? 2 സിംപ്ലക്സുകളാണ്. അപ്പൊ ഒരു റെക്റ്റിലീനിയർ പോളിഹീഡ്രന്റെ ബൗണ്ടറിയെ നമ്മൾ വിളിക്കും ദ ബൗണ്ടറി ഓഫ് rectilinear polyhedron is phase എന്ന് വിളിക്കും. ആൻഡ് the intersection of phase, ഇപ്പൊ നോക്കുക, ഈ ഫേസിന്റെ ഇന്റർസെക്ഷനും മുമ്പിലെ ഈ ഫേസിന്റെ ഇന്റർസെക്ഷനും എന്താണ് കിട്ടുന്നത്? നമുക്ക് ഈ എഡ്ജ്, ഈ ഒരു 1 സിംപ്ലക്സ് കിട്ടും, ഈ 1 സിംപ്ലക്സ് കിട്ടും. അല്ലെ, ഈ 1 സിംപ്ലക്സ് കിട്ടും, ഒരു 1 സിംപ്ലക്സ് കിട്ടും. ഓക്കെ, സോ ഇന്റർസെക്ഷൻ ഓഫ് 1 സിംപ്ലക്സസ്, intersection of 1 simplex എന്ന് പറയുന്നത്, intersection of faces are called edges. Intersection of faces are called edges. Now മൂന്നാമത്തെ എന്തായിരിക്കും? Intersection of edges are called vertices. Intersection of edges are called vertices. ഓക്കെ, ഈ എഡ്ജിന്റെയും ഈ എഡ്ജിന്റെയും ഇന്റർസെക്ഷൻ എന്താ കിട്ടുന്നത്? നമുക്ക് ഇവിടെ ഒരു 0 സിംപ്ലക്സ് വെർട്ടീസ് ആണ് കിട്ടുന്നത്. ഓക്കെ, സോ റെക്റ്റിലീനിയർ പോളിഹീഡ്രൺ എന്താന്ന് പറഞ്ഞു. അതുപോലെ തന്നെ റെക്റ്റിലീനിയർ പോളിന്റെ ബൗണ്ടറി നമ്മൾ പറയുന്നതാണ് എന്ത്? ഫേസ്. ഇന്റർസെക്ഷൻ ഓഫ് ഫേസുകളെ നമ്മൾ പറയുന്നത് എഡ്ജസ്. ഇന്റർസെക്ഷൻ ഓഫ് എഡ്ജസിനെ നമ്മൾ എന്ത് പറയുന്നു? വെർട്ടീസസ് എന്ന് വിളിക്കുന്നു. സോ നെക്സ്റ്റ് പറയാനുള്ളത് what is a simple polyhedron? ഒരു സിമ്പിൾ പോളിഹീഡ്രൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പോളിഹീഡ്രൺ ഈസ് എ റെക്റ്റിലീനിയർ പോളിഹീഡ്രൺ. ഒരു റെക്റ്റിലീനിയർ പോളിഹീഡ്രൺ തന്നെയാണ്. whose boundary is
whose boundary is homeomorphic to S2, the two sphere S2. Okay, the two sphere S2. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിന്റെ ബൗണ്ടറി നോക്കുക. ടെട്രാഹൈഡ്രന്റെ ബൗണ്ടറി. ടെട്രാഹൈഡ്രന്റെ ബൗണ്ടറി നോക്കുക. ടെട്രാഹൈഡ്രന്റെ ബൗണ്ടറി എന്നാൽ ഈ ഫേസുകളാണ് അല്ലെ. ഈ ഫേസുകൾ മാത്രം എടുത്തു കഴിഞ്ഞാൽ എന്താണ്, അത് S2നോട് ഹോമിയോമോർഫിക് ആണ്. അതുപോലെ തന്നെ ഒരു ക്യൂബ് എടുത്ത് നോക്കുക. ഒരു ക്യൂബ് എടുത്തു കഴിഞ്ഞാൽ അത് എന്താണ്, ഇത് തന്നെയാണ്, അതൊരു റെക്ലീനിയർ പോളിഹെഡ്രൺ തന്നെയാണ്. ഓക്കെ, അതും എന്താണ്, ഒരു റെക്ലീനിയർ പോളിഹെഡ്രൺ തന്നെയാണ്. ഹൂസ് ബൗണ്ടറി ഈസ് ഹോമിയോമോർഫിക് ടു S2. ഓക്കെ, ഹൂസ് ബൗണ്ടറി ഈസ് ഹോമിയോമോർഫിക് ടു S2. ഇതൊരു റെക്ലീനിയർ പോളിഹെഡ്രൺ തന്നെയാണ്, ക്യൂബ്. ഓക്കെ, ക്യൂബ് റെക്ലീനിയർ പോളിഹെഡ്രൺ ആണ്. ഇന്നർ റീജിയനും കൂടെ സോളിഡ് ക്യൂബ്. ഓക്കെ, സോളിഡ് ക്യൂബ് അതെന്താണ്, ഒരു റെക്ലീനിയർ പോളിഹെഡ്രൺ തന്നെയാണ്. ഹൂസ് ബൗണ്ടറി, അതിന്റെ ബൗണ്ടറി മാത്രം എടുത്തു കഴിഞ്ഞാൽ അതെന്താണ്, ഹോമിയോമോർഫിക് ടു S2. കാരണം നമുക്ക് അതിന് എന്ത് ചെയ്യാം, സ്ട്രെച്ച് ചെയ്തിട്ട് നമുക്ക് ഒരു സ്ഫിയർ ആക്കി മാറ്റാൻ പറ്റും, ഒരു സ്ഫിയർ ആക്കിയിട്ട് മാറ്റാൻ പറ്റും. അപ്പൊ ഇത് തന്നെയാണ് ഒരു, അതുപോലെ തന്നെ കുറെ എക്സാമ്പിളുകൾ ഉണ്ട് കേട്ടോ. സിമ്പിൾ പോളിഹെഡ്രണ് കുറെ എക്സാമ്പിളുകൾ ഉണ്ട്. സ്ഫിയർ ഈസ് ഹോമിയോമോർഫിക് ടു S2. അതുപോലെ തന്നെ റെഗുലർ, വാട്ട് ഈസ് എ റെഗുലർ പോളിഗൺ? റെഗുലർ പോളിഗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പോളിഗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇറ്റ്സ് ഓൾസോ എ റെക്ലീനിയർ പോളിഹെഡ്രൺ, ഈസ് എ റെക്ലീനിയർ പോളിഹെഡ്രൺ തന്നെയാണ്. ആൻഡ് ഹൂസ് ഫേസസ് ആർ റെഗുലർ ആയിരിക്കണം. ഹൂസ് ഫേസസ് ആർ റെഗുലർ plane polygons, regular plane polygons, and whose polyhedral angles എന്തായിരിക്കണം, കോൺഗ്രന്റ് ആയിരിക്കണം. polyhedral angles are congruent ആയിരിക്കണം. polyhedral angles congruent ആയിരിക്കണം. ഓക്കെ, ആംഗിൾസ് നമ്മൾ എന്ത് പറയണം, ഇവിടെ രണ്ട് ട്രയാങ്കിൾ എടുത്തു കഴിഞ്ഞാല് ഈ ട്രയാങ്കിളും മറ്റേ ട്രയാങ്കിളും എന്തായിരിക്കണം, കോൺഗ്രന്റ് ആയിരിക്കണം. എല്ലാ ട്രയാങ്കിൾസും കോൺഗ്രന്റ് ആയിരിക്കണം. അപ്പോ നമുക്ക് എന്ത് പറയാം, അതാണ് ഒരു റെഗുലർ പോളിഗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ സിമ്പിൾ പോളിഹെഡ്രൺ, റെക്ലീനിയർ പോളിഹെഡ്രൺ, സിമ്പിൾ പോളിഹെഡ്രൺ, റെഗുലർ പോളിഹെഡ്രൺ, ഫേസസ്, എഡ്ജസ് ആൻഡ് വെർട്ടീസസ് എന്താണെന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി നമുക്ക് എന്താണ് ഒരു ബെറ്റി നമ്പറിന്റെ ജോമെട്രിക്കൽ ആയിട്ടുള്ള ആസ്പെക്ട് എന്താണെന്നുള്ളത് നോക്കാം. അപ്പൊ അതാണ് നമ്മൾ നെക്സ്റ്റ് നോക്കുന്നത്. നോട്ട് ബെറ്റി നമ്പർ. ഫസ്റ്റ് വരുന്നത് പീത്ത് ബെറ്റി നമ്പർ. പീത്ത് ബെറ്റി നമ്പർ ഈസ് ദ റാങ്ക് ഓഫ് ദി free part of the pth homology group. Free part of the pth homology group. pth homology group. അതായത് നമ്മുടെ pth homology group നമ്മൾ ഏതിനോട് ഐസോമോർഫിക് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. HP of K is isomorphic to G cross T1 cross or G O plus T1 O plus T2 O plus etc O plus TM ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതിൽ G എന്ന് പറയുന്നത് അതിന്റെ ഫ്രീ പാർട്ട്. അപ്പൊ ഫോർ എക്സാമ്പിൾ HP of K എന്നുള്ളത് എന്താണ്, ഐസോമോർഫിക് ടു Z cross Z2 ആണെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ ZO plus നമ്മൾ നൊട്ടേഷൻ ടെസ്റ്റിലാണ് ഉപയോഗിക്കാം. ZO plus Z2. അങ്ങനെയാണെങ്കിൽ അതിന്റെ ഫ്രീ പാർട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഇതാണ് ZO plus. അതിന്റെ റാങ്ക് എന്താണ്, അതിന്റെ റാങ്ക് എന്ന് പറഞ്ഞാൽ ഇത് മൂന്നിനും ജനറേറ്റ് ചെയ്യാൻ എനിക്ക് എത്ര വേണം, മിനിമം എത്ര ഇത് വേണം, വെക്ടേഴ്സ് വേണം. അത് നോക്കിയാൽ മതി. എത്ര വെക്ടേഴ്സ് വേണം നോക്കിയാൽ മതി. എത്ര എണ്ണം വേണം, 3 എണ്ണം വേണം അല്ലെ, 3 എണ്ണം വേണം. സോ പീത്ത് ബെറ്റി നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, 3 ആണ്. ഓക്കെ, പീത്ത് ബെറ്റി നമ്പർ ഈസ് 3. പീത്ത് ബെറ്റി RP of K എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് 3. അപ്പോൾ നമുക്ക് H0 of K നോക്കാം. ഓക്കെ,
എച്ച് നോട്ട് ഓഫ് കെ നമ്മൾ പറഞ്ഞു, നമ്മളെപ്പോഴും പറയുന്നതാണ് എച്ച് നോട്ട് ഓഫ് കെ. നമ്മൾ മുൻപൊരു തിയറം ഉണ്ട്. എച്ച് നോട്ട് ഓഫ് കെ ഈസ് ഐസോമോർഫിക് ടു ZO പ്ലസ് എക്സെട്ര O പ്ലസ് Z ആർ കോപ്പീസ്. ഓക്കെ, ആർ കോപ്പീസ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടാണ്. എങ്ങനെ ആർ കോപ്പീസ്? എങ്ങനെ? ഇഫ് K has R combinatorial components. R combinatorial components ഉണ്ടെങ്കിൽ എച്ച് നോട്ട് ഓഫ് കെ എന്നുള്ളത് ഇതിനോട് ഐസോമോർഫിക് ആയിരിക്കും. ZO പ്ലസ് ഇതിനോട് ഐസോമോർഫിക് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ അതിന്റെ R നോട്ട് ഓഫ് കെ എന്ന് പറയുന്നത് എന്തായിരിക്കും? R നോട്ട് ഓഫ് കെ ഈസ് സ്മോൾ r. R നോട്ട് ഓഫ് കെ ഈസ് സ്മോൾ r. വേറൊരു ഇത് പറയുകയാണെങ്കിൽ ഇപ്പോൾ എച്ച് നോട്ട് ഓഫ് കെ നമുക്ക് ഡിസ്കസ് ചെയ്യുമ്പോൾ എച്ച് നോട്ട് ഓഫ് S2 ഓക്കെ, ആർ നോട്ട് ഓഫ് S2 കാണണമെന്ന് വിചാരിക്കാം. ആർ നോട്ട് ഓഫ് S2 അതായത് S2 കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബിറ്റ് നമ്പർ, 2 സ്ഫിയറിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബിറ്റ് നമ്പർ. അപ്പൊ 2 സ്ഫിയർ നമ്മൾ പറഞ്ഞു കെ എന്തെടുത്താൽ മതി? നമുക്ക് ടെട്രാഹീഡ്രന്റെ ഫേസസിന്റെ ഇതെടുത്താൽ മതി. ഓക്കെ, ഇതിനോട് ഹോമിയോമോർഫിക് ആണ്. അപ്പൊ ഇവിടുത്തെ എച്ച് നോട്ട് ഓഫ് കെ എന്തായിരിക്കും? എച്ച് നോട്ട് ഓഫ് കെ ഈസ് ഐസോമോർഫിക് ടു എത്ര കോമ്പിനേറ്റോറിയൽ കമ്പോണൻസ് ഉണ്ട്? ഒറ്റ ഒന്നേ ഉള്ളൂ അല്ലെ? കാരണം നമ്മൾ ഇവിടെ ഒരു വെർട്ടെക്സ് എടുക്കുകയാണ്, അതിനോട് കണക്ട് ചെയ്തിട്ടാണ് ബാക്കി എല്ലാം ഉള്ളത്. കാരണം ഇവിടെ ഒരു വെർട്ടെക്സ് എടുക്കുകയാണെങ്കിൽ എനിക്ക് ഈ വെർട്ടെക്സിൽ നിന്ന് അല്ലെങ്കിൽ ഈ ഒരു 0 സിംപ്ലക്സിൽ നിന്ന് അത് S1 ആയിട്ട് എടുക്കുകയാണെങ്കിൽ വേറെ ഏതിലേക്ക് എന്തുണ്ട്? ഒരു പാത്ത് ഉണ്ട്. അപ്പൊ ഇതെന്താണ്? ഇറ്റ് ഇസ് എ വൺ കമ്പോണന്റ്, ഒറ്റ കമ്പോണന്റേ ഉള്ളൂ അല്ലെ? അപ്പൊ നമുക്ക് R = 1 ആയിരിക്കും. സോ എച്ച് നോട്ട് ഓഫ് കെ ഈസ് ഐസോമോർഫിക് ടു Z. സോ ആർ നോട്ട് ഓഫ് S2 എന്തായിരിക്കും? ആർ നോട്ട് ഓഫ് S2 എന്ന് പറയുന്നത് ആർ നോട്ട് ഓഫ് കെ തന്നെയാണ്. ഇവിടുത്തെ കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? കറസ്പോണ്ടിങ് S2 നോട് ഹോമിയോമോർഫിക് ആണ്. സോ ആർ നോട്ട് ഓഫ് കെ ഈസ് ഈക്വൽ ടു 1 എന്ന് കിട്ടും. ഓക്കെ, അതാണ് നമ്മുടെ ഫസ്റ്റ് നോട്ടിന്റെ ഒരു ഇത്. Pth ബിറ്റ് നമ്പർ ഇസ് ദ റാങ്ക് ഓഫ് ദി ഫ്രീ പാർട്ട് ഓഫ് ദി Pth ഹോമോളജി ഗ്രൂപ്പ്. നെക്സ്റ്റ് വരുന്നതാണ് അതിന്റെ ജോമെട്രിക്കൽ ആയിട്ടുള്ള ആസ്പെക്ട്. കാരണം നമുക്ക് ഈ ഒരു തിയറി ഉപയോഗിച്ചിട്ട് പറയാം. നെക്സ്റ്റ് വരുന്നത് Pth ബിറ്റ് നമ്പർ is the number of p-dimensional holes. Number of p-dimensional holes in the polyhedron. അപ്പൊ അവിടെ നോക്കാം. നമുക്ക് നെക്സ്റ്റ് S2 ആണ് കാണേണ്ടത് വിചാരിക്കാം. S2 R1 ഓഫ് S2 ആണ് കാണേണ്ടത് വിചാരിക്കാം. 1 ഡയമെൻഷണൽ ഹോൾ ഉണ്ടോ? S2 1 ഡയമെൻഷണൽ ഹോൾ ഇല്ല അല്ലെ? S2 1 ഡയമെൻഷണൽ ഹോൾ ഇല്ല. 2 ഡയമെൻഷണൽ ഹോൾ ഉണ്ട് അല്ലെ? R2. സോ ദിസ് ഇസ് 0. R2 ഓഫ് S2 എന്തായിരിക്കും? 2 ഡയമെൻഷണൽ ഹോൾ എത്രയാണ് ഉള്ളത്? ഒരു എത്ര ഉള്ളിലൊരു ഹോൾ ഉണ്ട് അല്ലെ? അതാണ് 2 ഡയമെൻഷണൽ ഹോൾ. 2 ഡയമെൻഷണൽ ഹോൾ എത്ര ഉണ്ട്? 1 ഉണ്ട്. Okay, it is the R2 of S2. Okay, R2 of S2 is equal to 1. So it is the Pth bit number is the number of p-dimensional holes in the polyhedron. അതാണ് നമുക്ക് Pth ബിറ്റ് നമ്പറിന്റെ ജോമെട്രിക്കൽ ആയിട്ടുള്ള ഒരു ആസ്പെക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, താങ്ക് യു.